2 chocos, please. Buying petrol with RC car. Buying dairy milk with RC car. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു വെറൈറ്റി കാറാണ്. നമ്മൾ നോർമലി ഉള്ള പോലെ ഹോബി ഗ്രേഡ് ബാഷറോ ക്രൗളറോ അങ്ങനത്തെ പരിപാടിയല്ല, ഒരു FPV കാർ. ഇതാണ് മാഡ് ക്രൂസറിൻ്റെ ബാഷർ. ആക്ച്വലി ഈ ബാഷറിനെ ഫുള്ളായിട്ട് മാറ്റി, ഇതിൻ്റെ എൻ്റയർ സിസ്റ്റമേ മാറ്റിയിട്ട് ഇപ്പം കറൻ്റ്ലി ഇതൊരു FPV കാറാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടൻസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കുറേ കണ്ടിട്ടുണ്ട്, കാരണം വീഡിയോസൊക്കെ വൈറലാണ് ഈ വണ്ടിയുടെ. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഓടിച്ചു നോക്കാൻ പോവാണ്. FPV ഇട്ടിട്ട് RC കാർ ഓടിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മൾ കാറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി മാഡ് ക്രൂസറിൻ്റെ ഒരു ബാഷറാണ്, 4 വീൽ ഡ്രൈവ് ബാഷർ ട്രക്കാണിത്. ഇതിനെ ഇപ്പം കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്തിട്ട് ഒരു FPV കാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോർമലി ഇതുപോലത്തെ കാറിൻ്റെയൊക്കെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതെങ്ങനെയാണ് ഈ പരിപാടികൾ, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. സോ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നോർമലി ബാഷേഴ്സ് അല്ലെങ്കിൽ ക്രൗളേഴ്സിനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് റിമോട്ടാണിത്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഉള്ള ബാഷേഴ്സും ക്രൗളേഴ്സിൻ്റെയൊക്കെ റിമോട്ട്. ത്രോട്ടിൽ, സ്റ്റിയറിങ്, ഇങ്ങനെയുള്ള പരിപാടികൾ. പക്ഷേ എങ്കിൽ ഇതാണ് ഈ ഒരു കാറിൻ്റെ റിമോട്ട്. നമ്മൾ FPV ഡ്രോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ടാണ്. ഈ ഒരു റിമോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാർ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു നോബ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുകയാണെങ്കിൽ ഫോർവേഡ്, റിവേഴ്സ്. ഇത് ലെഫ്റ്റ് റൈറ്റ് ആക്കുകയാണെങ്കിൽ നമ്മളെ ക്യാമറ റൈറ്റ് ലെഫ്റ്റ് ടിൽറ്റ് ആവും. അതുപോലെ ഈ ഒരു നോബ് ഫോർവേഡ് ബാക്ക്വേർഡ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ, ഈ ഒരു FPV ക്യാമറ മുകളിലോട്ടേക്ക് താഴോട്ടേക്കാവും. ഇത് റൈറ്റ് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടയർ ടേൺ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതുപോലെ നമ്മളെ ബാക്കിലൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഈ ബോക്സിലാണ് നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങളും, അതുപോലെ ഇപ്പം കടയിലൊക്കെ പോയിട്ട് ഓരോന്ന് വാങ്ങണമെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബോക്സാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ പൈസയും പിന്നെ നമ്മൾ വേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ നോർമൽ കാർസിനൊക്കെ മാക്സിമം ഒരു 200 to 300 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഓൾമോസ്റ്റ് 2 to 4 കിലോമീറ്റർ വരെയൊക്കെ റേഞ്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FPVയുടെ ട്രാൻസ്മിറ്ററും റിസീവറും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ക്യാമറാസൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാനൽസ് വേണം. നമ്മൾ ഈ റിമോട്ടിൻ്റെ അകത്ത് മാക്സിമം 6 ചാനൽ അങ്ങനെയൊക്കെ വരുള്ളൂ. അതും നമ്മളെ ലൈറ്റിൻ്റെ കൺട്രോളും പിന്നെ ത്രോട്ടിൽ ട്രിമ്മ്, സ്റ്റിയറിംഗ് ട്രിമ്മ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. എക്സ്ട്രാ ഫങ്ഷൻസ് വരില്ല. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ഇനിയും ഇഷ്ടം പോലെ ഫങ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെയൊക്കെ ആയിട്ട് കുറേ ബട്ടൺസ് ഉണ്ട് ഇനിയും റിമൈനിങ്. പിന്നെ നമ്മളെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ബട്ടൺസ് ഉണ്ട്. സോ ഇനിയും ഫങ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള വണ്ടികളിൽ നോർമലി FPV, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ ഡ്രോണിൻ്റെ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ വെക്കുന്നത്. റേഞ്ച് കൂടും. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങളുടെ കൺട്രോൾസും റിമോട്ടിൽ തന്നെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവേർഷൻ. നമ്മൾ ഈ ഒരു ഫ്രണ്ടിലുള്ള ഈ ക്യാമറയിലൂടെയാണ് നമ്മൾ ഗോഗിൾസിലേക്കുള്ള വിഷ്വൽസ് വരുന്നത്. അതിലെല്ലാം റെക്കോർഡിങ് നിങ്ങൾ അധികം ഇൻസ്റ്റാഗ്രാം വീഡിയോസിലും യൂട്യൂബിലൊക്കെ കാണുന്നതിൻ്റെ അകത്ത് ഒരു 360 വ്യൂ ആയിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേങ്കിൽ അതല്ല നമ്മൾ ഓടിക്കുന്ന ആൾക്കാർ കാണുക. ഓടിക്കുന്നത് ഈ ഒരു FPV ക്യാമറയുടെ POVയിലോട്ടായിരിക്കും കാണുക. ലെഫ്റ്റ് റൈറ്റും പിന്നെ മുകളിലോട്ടേക്കും താഴോട്ടേക്കും നോക്കാൻ പറ്റും. അതിനുള്ള ഫങ്ഷൻസ് നമ്മൾ റിമോട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വിഷ്വൽസ് നേരെ ഈ ഗോഗിൾസിലേക്ക് വരും. ഈ ഗോഗിൾസ് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ക്യാമറ, അതായത് നമ്മുടെ Insta360 പോലത്തെ ക്യാമറകൾ ഇവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും മുകളിലോട്ടേക്ക്. ഇതിൻ്റെ മുകളിലുള്ള വിഷ്വൽസ് ആണ് നമ്മൾ മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസിലെല്ലാം കാണുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന വിഷ്വൽ ഈ ഒരു മൗണ്ട് ചെയ്യുന്നുള്ള Insta360 ക്യാമറ എന്നുള്ള വിഷ്വൽസ് ആണ് വരുന്നത്. ബാക്കി ഡ്രൈവർ കാണുന്ന POV എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയിലാണ്. സ്റ്റിയറിങ്ങും ത്രോട്ടിലും കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ എല്ലാ ക്രൗളേഴ്സിലും ഇതിൻ്റെ അകത്തൊക്കെ ബാഷേഴ്സിലൊക്കെ വരുന്ന സെയിം സെറ്റിങ്സ് തന്നെയാണ്. മോട്ടറും അങ്ങനത്തെ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ആകെ ഈ റിസീവറും ESU ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഈ കാർ ഓടിച്ചിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പറയുന്നതും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ. അപ്പോൾ ഈ ഒരു ഫോൺ ത്രൂ നമ്മൾ ഓടിക്കുന്ന ആൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്യാമറയിലൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഒന്നും പറ്റില്ല. അത് നമ്മൾ എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ
കമ്പ്യൂട്ടറിലേക്കൊക്കെ ഇടുമ്പോൾ മാത്രമേ ഇത് കാണുള്ളൂ. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് കോളിലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഓടിക്കുന്നതായിരിക്കും. പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വലിയ വണ്ടികൾക്കൊക്കെ വരുന്ന പോലത്തെ ഒരു ഹോണ് വന്നിട്ടുണ്ട് വണ്ടീൻ്റെ അകത്ത്. അതും നമ്മൾ ഈ റിമോട്ടിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഗോഗിൾസ് ആണ് ഓക്കെ, നമ്മൾ കണ്ണിൽ വെച്ചിട്ട് കാണേണ്ട സാധനം. ഇതൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ വണ്ടിയിൽ ഫുള്ളുള്ളത്. വണ്ടിയുടെ ടോട്ടൽ ബിൽഡിൻ്റെ പ്രൈസ് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓണാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്രേ എത്തുന്നുള്ളൂ. ഇത് ചാർജ് ചെയ്യുന്നതിൻ്റെ ആണോ റേഞ്ച് കട്ടതിൻ്റെ? അപ്പോൾ ഇതാണ് നമ്മുടെ POV ഇവിടെ നിന്ന് കാണുന്നത്. പ്രിവ്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഹൈ എൻഡ് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, FPV ക്യാമറ. സോ പ്രിവ്യൂയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പം ഇതൊക്കെ വെയിലടിക്കുന്നതുകൊണ്ടാണ് കാണാൻ. ഇത് നമ്മൾ കറക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആകുമ്പം കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നല്ല. സോ അതാണ് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുള്ള POV. ഇത് 1080p ഔട്ട്പുട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. പ്രിവ്യൂ 1080p ആയിരുന്നു. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ. റേഞ്ച് ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. വിഷ്വൽസും അതുപോലെ വണ്ടിയുടെ റേഞ്ചും ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ആക്ച്വലി നമ്മളെ വണ്ടി അത്യാവശ്യം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പണിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണതെല്ലാം, അങ്ങനത്തെ കുറച്ച് ടാസ്കുകളുണ്ട്. പിന്നെ അത്യാവശ്യം ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. നമ്മളിപ്പം വയറൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്തിപ്പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടിച്ചു പോകും. ഇതിൻ്റെ ബാറ്ററി, റിസീവർ, അതുപോലെ ക്യാമറ മോഡ്യൂൾ, ഹോണ്ട മോഡ്യൂൾ എല്ലാം അടിച്ചു പോകും. ബാറ്ററി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്തിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല പണി കിട്ടും. നമ്മൾ FPV ക്യാമറയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. സോ ക്യാമറയുടെ വയറ് മാറ്റി കുത്തിക്കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ അടിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈ വണ്ടീൻ്റെ അകത്ത്. ബാക്കി പിന്നെ എല്ലാം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതായത് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലിമിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും ഒന്ന് ഫുൾ ത്രോട്ടിൽ കൊടുത്തേ, ഫുൾ സ്പീഡ് കൊടുത്തേ, ഫുള്ള്. ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. ആക്ച്വലി ഇത് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടാണെന്നുള്ളത്. ഈ വണ്ടി ഓൾമോസ്റ്റ് 40 കിലോമീറ്റർ റേഞ്ചിലൊക്കെ പോകും. പക്ഷേങ്കിൽ ഇപ്പം കറൻ്റ്ലി അത് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ 40,000 രൂപയുടെ ക്യാമറ ഉണ്ട്, എല്ലാം അടിച്ച് മലന്നടിച്ച് വീഴും. ഒറ്റ ഫുൾ ത്രോട്ടിൽ മതി വണ്ടി മറിഞ്ഞു വീഴാൻ. പക്ഷെ റിവേഴ്സിലേക്ക് സ്പീഡുണ്ട്. റിവേഴ്സ് അത്യാവശ്യം പിന്നെയും സ്പീഡുണ്ട്. ഫ്രണ്ടിനെക്കാട്ടും സ്പീഡ് റിവേഴ്സിലാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള വണ്ടിക്ക് അധികം സ്പീഡ് കൊടുക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരൊക്കെ പോയിട്ട് ഇടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ടാസ്ക്കാണ്. അതുകൊണ്ട് ഭയങ്കര സേഫായിട്ടുള്ളൊരു സ്പീഡാണ്. ഈ സ്പീഡിൽ വന്നിട്ട് ഇപ്പം കാലിനൊക്കെ വന്ന് ഇടിക്കുകയാണെങ്കിലും വലിയ കുഴപ്പം വരില്ല. 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അപ്പം നമ്മൾ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് ഓപ്പൺ ആവും, അതുപോലെ അത് ക്ലോസ് ആവും. പിന്നെ നമ്മളെ ക്യാമറേൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട നമ്മളെ ഈ 2 ജോയ്സ്റ്റിക്കിൻ്റെ അകത്താണ് ഈ ക്യാമറയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരാളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാറ് നമ്മളൊരു ഫ്രണ്ടിൻ്റെ കാറാണ്. അപ്പം പുള്ളി ഇങ്ങനത്തെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ ഒരു വണ്ടി. ഈ വണ്ടി ടോട്ടലായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 2 lakhs സംതിങ് ആയിട്ടുണ്ട്. അതിന് കണക്കായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ക്യാമറയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഈ ഗോഗിൾസും എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു കാർ വെച്ചിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഞാൻ Instagram ID താഴെ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാനും ഇതുപോലത്തെ ഒരു FPV കാർ ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഇത്രയും എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടി ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ.
അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഇടാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.